ഓപ്പൺ പോർസ് സ്കിന്നിൽ പ്രത്യേകിച്ചും കവിളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുഴി പോലെ ചെറുതായിട്ട് കാണുന്നതിനാണ് ആൾക്കാർ ഓപ്പൺ പോർസ് എന്ന് വിളിക്കുക. എന്താണ് ഈ ഓപ്പൺ പോർസ്? നമ്മളെ സ്കിന്നിൽ നോർമലായിട്ട് കാണുന്ന ചില ഗ്രന്ഥികളുടെ ഓപ്പണിങ്സ് ആണ്, സ്കിൻ സർഫസിലേക്കുള്ള ഓപ്പണിങ്സ് ആണ് ഈ ഓപ്പൺ പോർസ് ആയിട്ട് കാണുന്നത്. സ്കിന്നിലെ മെഴുക്ക് നിലനിർത്തുന്ന ഓയിൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രന്ഥികളുടെ ഓപ്പണിങ്സ് ആണിത്. സോ ഇതൊരു നോർമലായിട്ടുള്ള സ്ട്രക്ചറാണ്, ഒരു അബ്നോർമാലിറ്റിയോ ഒരു അസുഖമോ അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാൻ പറ്റില്ല. ഇതൊരു നോർമൽ സ്ട്രക്ചറാണ്. പക്ഷേ ചിലരിൽ ഈ ഓപ്പൺ പോർസ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ശരിക്കും കാണാൻ പറ്റാറുണ്ട്. സോ അത് നല്ല ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ കാണാൻ പറ്റാറുണ്ട്. എസ്പെഷ്യലി ഒത്തിരി സൺ ഡാമേജ് ഉണ്ടായവർക്കോ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ചേഞ്ച് ആയിട്ടോ അതിൻ്റെ പാർട്ടായിട്ടോ ഓപ്പൺ പോർസ് കാണാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പം അത് കാണാൻ അത്ര ഒരു അപ്പീലിംഗ് ആയിട്ടുള്ളതായിട്ട് തോന്നാറില്ല. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചില മെത്തേഡ്സ് നമുക്കുണ്ട്. ഒന്ന്, സ്കിൻ കെയർ റുട്ടീൻസിൽ ചില ചേഞ്ചസ്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ ഓപ്പൺ പോർസ് കുറച്ച് കൂടുതലായിരിക്കും. അവർ സാലിസിലിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. പിന്നെ നൈറ്റിൽ റുട്ടീൻ്റെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് റെറ്റിനോൾ സിറംസ്. അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഈ ഓപ്പൺ പോർസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്കിൻ കെയർ പ്രോഡക്ട്സിന് ഒരു പരിധിയിലപ്പുറം സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റാറില്ല, ഒരുപാട് ഡെപ്തിലേക്ക് അതിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റാറില്ല. അവിടെയാണ് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ദർ ആർ സെവറൽ പ്രൊസീജിയേഴ്സ്, ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്, വിച്ച് ക്യാൻ ഇംപ്രൂവ് ദ സ്കിൻ ടെക്സ്ചർ. ഈ ഓപ്പൺ പോർസിന് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യും, സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുകയും ചെയ്തിട്ട് ഇതിൻ്റെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സാണ് കെമിക്കൽ പീലിംഗ്, മൈക്രോ നീഡ്ലിംഗ്, PRP ഇഞ്ചെക്ഷൻസ്, ഫ്രാക്ഷണൽ ലേസേഴ്സ്. ഇങ്ങനത്തെ പല ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ട് സ്കിന്ന് ടൈറ്റൻ ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പോർസ് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ്ഡ് അപ്പിയറൻസ് കൊണ്ടുവരാൻ പറ്റും.